PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് ICDS സൂപ്പർവൈസർ തസ്തികയിലേക്ക് 21/2/2025 നടന്ന പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. The social reformer of Kerala who conducted വില്ലുവണ്ടി സമരം against caste discriminations. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻസ്: സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി അയ്യങ്കാളി. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളിയാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം. ഹു എസ്റ്റാബ്ലിഷ്ഡ് തത്വബോധിനി സഭ അറ്റ് കൽക്കത്ത ഇൻ 1839? 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: കേശബ് ചന്ദ്ര സെൻ, ദേബേന്ദ്രനാഥ ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി. ഉത്തരം ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. ഹു എസ്റ്റാബ്ലിഷ്ഡ് തത്വബോധിനി സഭ അറ്റ് കൽക്കത്ത ഇൻ 1839? 1839 കൽക്കത്തയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. The place where the first war of Indian independence broke out in 1857? ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്? ഓപ്ഷൻസ്: ലക്നൗ, കാൺപൂർ, മീററ്റ്, ഡൽഹി. ലക്നൗ, കാൺപൂർ, മീററ്റ്, ഡൽഹി. ഉത്തരം ഓപ്ഷൻ സി മീററ്റ് ആണ്. ചോദ്യം ഒന്നുകൂടി. ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്? എവിടെയാണ്? ഓപ്ഷൻ സി മീററ്റിലാണ് ഉത്തരം. അടുത്ത ചോദ്യം. ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട് വാസ് റിലേറ്റഡ് ടു വിച്ച് എമംഗ് ദ ഫോളോയിങ് റവല്യൂഷൻസ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, ക്യൂബൻ റവല്യൂഷൻ, ക്യൂബൻ വിപ്ലവം, ചൈനീസ് റവല്യൂഷൻ, ചൈനീസ് വിപ്ലവം, റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം. ഏത് വിപ്ലവവുമായാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അഞ്ചാമത്തെ ചോദ്യം. ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻസ്: ഡോക്ടർ എസ് സോമനാഥ്, ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ, ഓപ്ഷൻ സി ഡോക്ടർ കെ ശിവൻ, ഓപ്ഷൻ ഡി ഡോക്ടർ കെ രാധാകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ വി നാരായണൻ ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. കേരള ഫോക്ലോർ അക്കാദമി സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻസ്: തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം. ഏതാണ് ഉത്തരം? കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഓപ്ഷൻ ബി കണ്ണൂരാണ്. അടുത്ത ചോദ്യം. ഇൻ 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ വിച്ച് കൺട്രീസ് ടീം വാസ് ഡിഫീറ്റഡ്? 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റേതാണ്? ഏത് രാജ്യത്തിൻ്റേതാണ്? ഓപ്ഷൻസ്: ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്. ഒന്നുകൂടി ചോദ്യം.
2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റെതാണ്? ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യമാണ്. ദ പോയട്രി കളക്ഷൻ അമ്പലമണി ഈസ് ദ വർക്ക് ഓഫ്. അമ്പലമണി എന്ന കാവ്യസമാഹാരം ആരുടെ കൃതിയാണ്? ഓപ്ഷൻസ് ബാലാമണിയമ്മ, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, സുഗതകുമാരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സുഗതകുമാരിയാണ്. ചോദ്യം ഒന്നുകൂടി. ദ പോയട്രി കളക്ഷൻ അമ്പലമണി ഈസ് ദ വർക്ക് ഓഫ്. അമ്പലമണി എന്ന കാവ്യസമാഹാരം ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ഡി സുഗതകുമാരിയുടെ കൃതിയാണ്. 9ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഇയർ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് തോന്നയ്ക്കൽ. തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻസ് 1958, 1962, 1965, 1972. ഓപ്ഷൻ എ 1958 ആണ് ഉത്തരം. ഒന്നുകൂടി ചോദ്യം. ഇൻ വിച്ച് ഇയർ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് തോന്നയ്ക്കൽ. തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം ഏതാണ്? 1958 ആണ് ഉത്തരം. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. ഇൻ 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഹു വാസ് ഡിഫീറ്റഡ് ബൈ ഡി ഗുഗേഷ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഓപ്ഷൻസ് മാഗ്നസ് കാൾസൺ, വെസലിൻ തപ്പലോവ്, ഡിങ് ലിറൺ, ഗാരി കാസ്പറോവ്. ഓപ്ഷൻസ് മാഗ്നസ് കാൾസൺ, വെസലിൻ തപ്പലോവ്, ഡിങ് ലിറൺ, ഗാരി കാസ്പറോവ്. ഓപ്ഷൻസ് ഉത്തരം ഏതാണ്? കറക്റ്റ് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ഡിങ് ലിറൺ ആണ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഡിങ് ലിറനെയാണ്. 11ാമത്തെ ചോദ്യം. ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് സുണ്ടാ ഗർത്തം, ചലഞ്ചർ ഗർത്തം, ബ്രൗസൺ ഗർത്തം, ഫാക്ടോറിയൻ ഗർത്തം. ഓപ്ഷൻ എ സുണ്ടാ ഗർത്തമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം. ചോദ്യം നന്നായി ശ്രദ്ധിച്ചിട്ട് ഉത്തരം എഴുതുക. ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ഏതാണ്? ചലഞ്ചർ ഗർത്തത്തിലേക്കൊക്കെ നമ്മുടെ കണ്ണു പോവും, പക്ഷേ ആൻസർ സുണ്ടാ ഗർത്തമാണ്. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യമാണ്. ദ ഹോട്ട് വിൻഡ് ദാറ്റ് ബ്ലോസ് ഓവർ ദ ഗാൻജറ്റിക് പ്ലെയിൻ ഡ്യൂറിങ് സമ്മർ ഈസ്. ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂടുകാറ്റ് ഏതാണ്? കാലബൈശാഖി, ലൂ, സിറോക്കോ, ഗാംസിൻ. ഓപ്ഷൻ ബി ലൂ ആണ് ഉത്തരം. ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂടുകാറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ലൂ ആണ് ഉത്തരം. അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.